അർജുൻ മലയാളികളുടെ നെഞ്ചിലെ തീയായി മാറിയ നേരം. രക്ഷാപ്രവർത്തകർ പാടുപെട്ട് അർജുനനെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടും അത് ഫലം കാണാതെ പോയതിൽ വളരെ വലിയ വിഷമം നമ്മൾക്കെല്ലാവർക്കും നേരിടേണ്ടി വന്നു. പക്ഷേ അർജുനനെ കണ്ടെത്തണം എന്നുള്ള അർജുൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം ഇതാ നാളെ വീണ്ടും അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കാൻ പോകുന്നു. അതിനുവേണ്ടി ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ യന്ത്രം ശിരൂർ ഗംഗാവലി പുഴയിൽ ഇന്നെത്തി. 2 മാസത്തിന് ശേഷമുള്ള അർജുനായുള്ള തിരച്ചിൽ എത്തരത്തിലാണ് ഫലം കാണുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. തിരച്ചിലിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അർജുനൻ്റെ ട്രക്ക് കണ്ടെത്താനാവട്ടെ എന്ന് നമുക്ക് സർവശക്തനോട് പ്രാർത്ഥിക്കാം. അർജുൻ്റെ വിയോഗം ആ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും വലിയ വിഷമമാണ് നൽകിയത്. അതെങ്ങനെ ഇല്ലാതിരിക്കും? കുടുംബത്തിന് താങ്ങും തണലുമായി നിന്നവൻ ഒരു ദിവസം പെട്ടെന്നെവിടെയോ കണ്ടെത്താൻ പോലുമാവാത്ത നിലയിലായിപ്പോയത് ഏതൊരു അമ്മയ്ക്കും അച്ഛനും ഭാര്യയ്ക്കുമാണ് സഹിക്കാൻ കഴിയുക. പ്രതീക്ഷയുടെ ദിവസങ്ങളിൽ കരയിൽ തിരച്ചിൽ ആരംഭിച്ചതും അർജുൻ്റെ ട്രക്കിൻ്റെ സ്ഥാനം കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തതും അർജുനായുള്ള തിരച്ചിലിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. നാളെ അർജുനായുള്ള തിരച്ചിൽ ആരംഭിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ട്രക്കിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ നീക്കി അർജുൻ്റെ ട്രക്ക് പുറത്തെടുക്കാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് കരളുരുകി പ്രാർത്ഥിക്കാം. അതിലൂടെ കൃഷ്ണപ്രിയയുടെ ആവശ്യമായ എങ്ങനെയെങ്കിലും അവസാനമായി എനിക്ക് എൻ്റെ അർജുനനെ തിരിച്ചു കിട്ടണമെന്നുള്ള കാര്യം അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയട്ടെ എന്നും വലിയ വിഷമത്തിലും പ്രയാസത്തിലും കഴിയുന്ന കുടുംബത്തിന് ദൈവം ക്ഷമ നൽകട്ടെ.